ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷികാസ്കഫേ. ഇന്ന് ഞാൻ നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചിക്കൻ ഡൈനാമൈറ്റ്. ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ഞാൻ ഈദ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ റെസിപ്പി ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ഫ്ലേവറിലുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നല്ല സോസിലൊക്കെ മുക്കിയിട്ടാണ് ഈ ഒരു ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആവും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം പണിയൊന്നുമില്ല. കുറച്ച് ചിക്കനും സോസൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 2 ഫ്ലേവറിലുള്ള ചിക്കൻ ഡൈനാമൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം, ഒന്ന് നമുക്ക് ഗീ റൈസ്, ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു ചിക്കൻ ഡൈനാമൈറ്റാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ചെറിയ പീസാകുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സോസുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് സ്വീറ്റ് സോയാ സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സാധാ സോയാ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സോയാ സോസിലൊക്കെ ഉപ്പ് വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു കോട്ടിങ് ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഈ ചിക്കനിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതേ 1/2 കപ്പിന് തന്നെ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് 1/2 കിലോ ചിക്കനിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കേട്ടോ വേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മാവ് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നെങ്കിൽ നമുക്കിതുപോലെ മാവ് പോലെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ മുട്ട വേറെയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മൈദ മിക്സ് വേറെ ആക്കിയിട്ട് ഓരോ ചിക്കൻ്റെ പീസ് മുട്ടയിൽ മുക്കിയിട്ട് ഈ ഒരു കോൺഫ്ലവർ മൈദ മിക്സിൽ മുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ടും ഈസി ആയിട്ടും തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിത് മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിലേക്കൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു മാവിലേക്ക് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മാവും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റിൽ എരിവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ അധികം എരിവില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അധികം എരിവില്ലാതെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കന് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒരിക്കലും മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം വേഗത്തിൽ നമുക്ക് ബ്രൗൺ കളറായി കിട്ടും, പക്ഷെ ഉൾഭാഗം ചിക്കന് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ കുക്കായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കന് കുക്കായി കിട്ടും. അപ്പോൾ ഈ ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഈ ചിക്കന് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 ബാച്ചായിട്ടാണ് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കൊടുക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഓയിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനിൽ ഒരുപാട് ഓയിൽ പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിതാ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു 6 പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2 ഫ്ലേവറിലുള്ള ചിക്കൻ ഡൈനാമൈറ്റാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഫ്ലേവറിലുള്ള ചിക്കൻ ഡൈനാമൈറ്റ് കോമൺ ആയിട്ടുള്ള ഒരു ചിക്കൻ ഡൈനാമൈറ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ മയണൈസാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ മയണൈസ് ഒരു 3 ടേബിൾ സ്പൂണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ചില്ലി സോസാണ് വേണ്ടത്. ഗാർലിക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ സാധാ ഹോട്ട് സോസ് ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഹോട്ട് സോസ് ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കെച്ചപ്പ് വേണം. കെച്ചപ്പ് ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തേന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സോസുകൾ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ സോസുകളിലൊക്കെ ഉപ്പ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ സോസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതി ചിക്കനാണ് കേട്ടോ ഈ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഈ ഒരു സോസിലേക്ക് മിക്സ് ചെയ്താൽ മതി. കാരണം ചിക്കൻ നല്ല ക്രിസ്പായിട്ട് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിക്കൻ ഇതായി സോസിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സെർവ് ചെയ്യാം. ഇതുപോലത്തെ കുറച്ചൊരു വലിയ ഗ്ലാസ്സിൽ ലെറ്റ്യൂസൊക്കെ വെച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് സെർവ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ലെറ്റ്യൂസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിലുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ഇതിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലേവറിലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേറെ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ആദ്യത്തെ ചിക്കൻ ഡൈനാമൈറ്റിൽ നിന്നും തികച്ച് വ്യത്യസ്തമാണ് കേട്ടോ. രണ്ടും 2 ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഗാർലിക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് നമുക്ക് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് ഫ്ലെയിമൊക്കെ ലോ തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാഗി ക്യൂബൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കോൺഫ്ലവർ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഈ ഒരു സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 സോസും തമ്മിൽ നല്ല ടേസ്റ്റിന് മാറ്റമുണ്ട്, 2 ഡൈനാമൈറ്റും തമ്മിൽ നല്ല ടേസ്റ്റിന് മാറ്റമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സോസുകൾ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. പക്ഷേ ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഒരു 1-2 മിനിറ്റ് ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഈ ഒരു സോസ് റെഡി ആവും കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് കളറാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അത് ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കളർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം തേന് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തേനാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ഓറഞ്ച് ജ്യൂസിൻ്റെ പുളിക്കനുസരിച്ചാണ് നമ്മൾ തേന് ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ തേൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കന് നമുക്ക് ഈ ഒരു സോസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കനിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സോസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡിലുള്ള ചിക്കൻ ഡൈനാമൈറ്റും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 2 ചിക്കൻ ഡൈനാമൈറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് ഞാൻ ഗീ റൈസിൻ്റെ കൂടെ കേട്ടോ സെർവ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ടറായിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2 ഫ്ലേവറിലെ ചിക്കൻ ഡൈനാമൈറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്